അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. പ്രബോധനം പുതിയ കാലത്തോട് സംവദിക്കേണ്ട വിധം എന്നതാണ് ചർച്ചിക്കപ്പെടേണ്ട വിഷയം. ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവൻ ഫേസ് ചെയ്യാൻ പോകുന്ന സമൂഹം, ആധുനിക സമൂഹം, ഒരുപാട് ഇസ്ലാമോഫോബിയകളുടെയും ഫണ്ടമെന്റൽ മതമൗലികവാദങ്ങളുടെയും മുന്നിൽ നിന്നുകൊണ്ടാണ് നാം ഒരു പ്രബോധന സമൂഹത്തെ കാണേണ്ടിയിരിക്കുന്നത്. ഈ ഒരു പ്രബോധന സമൂഹത്തിലേക്ക് നാം ഇടുങ്ങി ചെല്ലുമ്പോൾ ഇസ്ലാമോഫോബിയ പോലുള്ള ഫണ്ടമെന്റൽ തിങ്സ് പോലുള്ള വിഷയങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ചർച്ച ചെയ്യപ്പെടേണ്ട സാഹചര്യം വരുമ്പോൾ ഒരു പ്രബോധകൻ അത്തരത്തിൽ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ പ്രധാന വിഷയമായിട്ട് വരുന്നത്. ഏകദേശം അമേരിക്കയിലെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ പറയുന്നത് ഒരു വർഷത്തിൽ ഏകദേശം 119ഓളം ആന്റി മുസ്ലിം കേസുകൾ അമേരിക്കയിൽ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. US-ൽ 9% ആന്റി മുസ്ലിം ഇൻവെസ്റ്റിഗേഷനാണ് ഇൻക്രീസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇത്തരത്തില് ഒരു മാസം 119ഓളം ആന്റി മുസ്ലിം കേസുകൾ അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ജർമ്മനിയിലും ചൈനയിലും സമാന്തരമായിട്ടുള്ള മുസ്ലിം പീഡനങ്ങൾ നടക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഇസ്ലാമോഫോബിയയെ കൃത്യമായി അവലോകനം ചെയ്തുകൊണ്ട് സമൂഹത്തിന്റെ മുന്നിലേക്ക് വ്യവസ്ഥാപിതമായി അവതരിപ്പിക്കപ്പെടുമ്പോൾ മാത്രമേ ഒരു പ്രബോധകന്റെ ലക്ഷ്യത്തിലെ പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. ഇസ്ലാമോഫോബിയ ആധുനിക സമൂഹത്തിന്റെ ആഗോള മുതലാളിത്തത്തിന്റെ ഉത്ഭവമാണെന്നും അതിന്റെ പ്രോഡക്റ്റാണ് എന്നുള്ളതും സമൂഹത്തിന് ഉത്ബോധിപ്പിക്കപ്പെടാനാവണം. ആധുനിക സമൂഹത്തോട് ഏറ്റവും സംവേദനാശേഷിയുള്ള മതമായിട്ട് ഇസ്ലാം മാറുമ്പോൾ യൂറോപ്യൻ നാഗരികതക്കും ആധുനിക ചിന്താഗതികൾക്കും ലിബറലിസത്തിനും എതിരായിട്ട് ഇസ്ലാം ഒരു ബദൽ സംവിധാനം രൂപപ്പെടുത്തുമ്പോൾ ആ ബദൽ സംവിധാനത്തെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമോഫോബിയ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇസ്ലാമോഫോബിയ ഇത്തരത്തിലെ ആളുകളുടെ ഉള്ളിലേക്ക് പേടിയുടെയും വാളിന്റെയും മതമായിട്ട് ചിത്രീകരിക്കപ്പെടുമ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പ്രബോധകന്റെ ദൗത്യങ്ങളെയാണ് നമുക്ക് പൂർത്തീകരിക്കാനുള്ളത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ പ്രബോധന രംഗം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ വൈജ്ഞാനിക വിപ്ലവത്തോടൊപ്പം വളർന്നു വന്ന ഒന്നാണ്. 6-ാം നൂറ്റാണ്ടിലെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികള് ലോകത്തോട് വൈജ്ഞാനിക വിപ്ലവത്തിന് വേണ്ടി പുറപ്പെട്ടപ്പോൾ തന്നെ ഇസ്ലാമിന്റെ പ്രചരണ പ്രവർത്തനങ്ങളും രൂപപ്പെടുന്നുണ്ട്. പക്ഷേ മിഷണറിമാര് രൂപപ്പെടുത്തിയതുപോലെ ഒരു സംഘടിത ഫോമൽ രൂപത്തിലേക്ക് ഇസ്ലാം അക്കാലത്ത് വളർന്നു വന്നിട്ടില്ല. ഇസ്ലാമിന് അതിന്റെ ആവശ്യകത തീരെ തന്നെ ഇല്ല എന്നതായിരുന്നു വാസ്തവം. സർ തോമസ് അർണോൾഡ് എഴുതിയ ഇസ്ലാമിക പ്രബോധനവും പ്രചരണവും എന്ന് പറയുന്ന പുസ്തകത്തിൽ അർണോൾഡ് ഇക്കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടത്ത് വരെ ഫോമൽ രൂപത്തിൽ രൂപപ്പെട്ട ഒരു പ്രബോധന ശൈലി ഇസ്ലാമിനില്ല. ഇസ്ലാമിന്റെ പ്രബോധന ശൈലികൾ മിക്കയും വ്യക്തികളെ കേന്ദ്രീകരിച്ചുകൊണ്ട്, സൂഫികളെ കേന്ദ്രീകരിച്ചുകൊണ്ട്, പണ്ഡിതന്മാരെ കേന്ദ്രീകരിച്ചുകൊണ്ട് പള്ളികളിലെ അകത്തളങ്ങളിലും വയലുകളുടെ സദസ്സുകളിലും വേണ്ടി രൂപപ്പെട്ടതായിരുന്നു ഇസ്ലാമിന്റെ പ്രബോധന രംഗം. അവിടെ നിന്നാണ് പിന്നീട് സാക്കിർ നായിക്കിനെ പോലുള്ള ആളുകൾ ഒരു ഫോമൽ രൂപത്തിലേക്ക്, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു ഫോമൽ രൂപത്തിലേക്ക് ഇസ്ലാമിന്റെ പ്രബോധന രംഗത്തെ കൊണ്ടുവരുന്നത്. പക്ഷെ അവിടെ നിന്ന് ഇസ്ലാമിന്റെ നൈസറി തലങ്ങളിൽ പഠിപ്പിക്കേണ്ട വിവരവും ആധുനിക ഇസ്ലാമിന്റെ പണ്ഡിതത്തിന്റെ യാഥാർത്ഥ്യവും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ അവിടെ രൂപപ്പെട്ടു വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള സാങ്കേതികത്വങ്ങളെ ഓവർകം ചെയ്യുക എന്നുള്ളത് കൂടി ഇന്ന് ഒരു പ്രബോധകന്റെ മുന്നിലുള്ള ദൗത്യമാണ്. യഥാർത്ഥത്തിൽ നമുക്ക് ഇസ്ലാമിനെ എങ്ങനെ അഡ്രസ് ചെയ്യപ്പെടണം, ഒരു പ്രബോധകൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന്റെ ഒറ്റവാക്കിൽ ഉത്തരം പറയുകയാണെങ്കിൽ മൈക്കൽ എച്ചാർട്ട് 100 റാങ്കിങ് ഓഫ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ മാനദണ്ഡമായി അവതരിപ്പിക്കുന്നത് പ്രവൃത്തിയും വാക്കുകളും ഒരുപോലെയാകുന്ന ആളെന്നുള്ളതാണ് ഒരാളുടെ മാനദണ്ഡമായിട്ട് ആ പുസ്തകത്തിൽ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അത്തരത്തില് വാക്കും പ്രവൃത്തിയും ഒരുപോലെ രൂപപ്പെട്ടു വരുന്നതാണ് യഥാർത്ഥ പ്രബോധകൻ എന്നുള്ള തീർച്ച നമുക്കുണ്ടാവണം.
ഇമാമുന അലി റളിയല്ലാഹു അൻഹു തന്റെ പടയങ്കി മോഷ്ടിച്ചു പോയ ജൂതനെതിരെ തന്റെ കാളിയായ ശുറൈഉൽ കാളിക്ക് നിവേദനം കൊടുക്കുന്നുണ്ട്. ആ കേസ് വിളിക്കപ്പെടുമ്പോൾ ശുറൈഉൽ കാളി അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, അലൈസലക്കും ബയ്യിന, നിങ്ങൾക്ക് തെളിവുകളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല. ആ കേസ് അങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിന് എതിരായി വിധിക്കപ്പെടുമ്പോൾ അവിടെ നിന്ന് ആ ജൂതനായിട്ടുള്ള ആ പ്രതി വന്നിട്ട് അലി റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, താങ്കളുടെ നീതിബോധം എന്നെ അഗാധമായി സ്പർശിക്കുന്നു. താങ്കളുടെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ കീഴിലാണ് താങ്കൾ എനിക്കെതിരെ കേസ് കൊടുക്കുന്നത്. ഇത്തരത്തിലുള്ള സംവേദനാത്മകമായിട്ടുള്ള രാഷ്ട്രീയ ബോധ്യങ്ങളും ഇത്തരത്തിലുള്ള ആശയങ്ങളുമാണ് ഇസ്ലാമിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഡമസ്കസിലേക്ക് ചെരുപ്പുകളും കയ്യിലേന്തി കുതിരയുടെ തോളും പിടിച്ചു വരുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടുകൊണ്ട് ഡമസ്കസിലെ മതമേലാളന്മാരെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ട് ആശ്ചര്യപ്പെടുന്നുണ്ട്. ഇത്തരത്തിലുള്ള കൾച്ചറൽ ഇസ്ലാമുകളെയാണ് നമുക്ക് സംവേദനം ചെയ്യേണ്ടത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.